നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളത്തിലെ അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ടർബോ. ടർബോയുടെയും പ്രിവ്യൂ ഷോ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് വൈശാഖ് സംവിധാനം ചെയ്ത് നാളെ മെയ് 23 തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രിവ്യൂ ഷോ മാത്രമല്ല, സിനിമയുടെ ഇൻസൈഡർ റിപ്പോർട്ട് അടക്കം ഇതിനോടകം തന്നെ പുറത്തു വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമയുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണല്ലോ ടർബോ. സിനിമയുടെ ഇൻസൈഡർ റിപ്പോർട്ട് പോസിറ്റീവ് ആണ് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഒരു പുതിയ സിനിമയുടെ ആദ്യ പ്രദർശനം തിയേറ്ററുകളിൽ ആരംഭിക്കുന്നതിന് മുന്നേ ആ സിനിമയുടെ പേരിൽ നടക്കുന്ന മറ്റ് ഷോകളെയാണല്ലോ പ്രിവ്യൂ ഷോ എന്ന് പ്രധാനമായിട്ടും വിളിക്കുന്നത്. അങ്ങനെ ഒരു പ്രിവ്യൂ ഷോ റിപ്പോർട്ട് ഇപ്പോഴത്തെ ടർബോ റിലീസിന് മുന്നോടിയായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് സിനിമയുടെ ഓവർസീസ് പാർട്ട്ണർ കൂടിയായ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന്റെ ഉടമ കൂടിയായ സമദിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ യൂട്യൂബ് അഭിമുഖത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ടർബോ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ റിപ്പോർട്ട് പോസിറ്റീവ് ആണ് എന്ന് തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ ഒരു മമ്മൂട്ടി സിനിമയുടെ നിന്നല്ല, മലയാള സിനിമയുടെ തന്നെ റെക്കോർഡ് റിലീസിന് ഒരുങ്ങുന്ന സിനിമയാണല്ലോ ടർബോ. ഈ സിനിമ ഇത്രയധികം രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് എങ്ങനെ ഉണ്ടായി എന്നൊരു അവതാരകന്റെ ചോദ്യത്തിന് സമദ് മറുപടി നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ടർബോ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഓവർസീസ് പല ഡീൽ ഞാൻ ക്ലോസ് ചെയ്തത് പോലും സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ കോൺഫിഡൻസ് കൊണ്ടാണ് എന്നാണ് സമദ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടർബോ അത്രയ്ക്കും മാരക ഐറ്റം ആണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഇൻസൈഡർ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ, സമീപകാലത്ത് പുറത്തു വന്ന മറ്റെല്ലാ ഇൻസൈഡർ റിപ്പോർട്ടുകളേക്കാൾ വേറെ ലെവൽ പോസിറ്റീവ് എല്ലാം തന്നെയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ മുഴുവൻ രോമാഞ്ചം കൊള്ളിപ്പിക്കുന്ന വൈശാഖിന്റെ കരിയറിലെ തന്നെ വമ്പൻ സിനിമയായിട്ട് ടർബോ മാറുമെന്നും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ആക്ഷൻ രംഗങ്ങൾ ചെയ്യാനായിട്ട് ഒരാൾക്ക് സാധിക്കുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ വരാൻ സാധ്യതയുള്ള സിനിമ കൂടിയാണ് മമ്മൂട്ടിയുടെ ആക്ഷൻ മാസ് എന്റർടൈനർ സിനിമ കൂടിയായ ടർബോ എന്നും. അപ്പോൾ നാളെ മുതൽ സിനിമ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ പിന്നെ കൂടുതലായിട്ടൊന്നും തന്നെ പറയേണ്ടതില്ലല്ലോ. എന്തായാലും മമ്മൂട്ടി സിനിമ ടർബോ പോസിറ്റീവ് ലഭ്യമാക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. പോസിറ്റീവ് നേടിയെടുക്കുകയാണെങ്കിൽ പിന്നെ ഏകദേശം ഒരു മാസത്തോളം സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ മഞ്ഞുമൽ ബോയ്സ്, ആവേശം, പ്രേമലോ എന്നീ സിനിമകൾക്ക് ശേഷം, ഒപ്പം തന്നെ ആടുജീവിതം തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ഒരുപാട് കണ്ടന്റുകളെല്ലാം തന്നെ സിനിമയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കൂ, നാളെ വരാനിരിക്കുന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട്. അങ്ങനെ ടർബോയുടെ പ്രിവ്യൂ റിപ്പോർട്ടും ഇൻസൈഡർ റിപ്പോർട്ടെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണല്ലോ. പോസിറ്റീവ് നേടിയെടുത്തിരിക്കുകയാണ് ടർബോ. കാത്തിരിക്കൂ, സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ടാം.